friends, welcome to our smart channel. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ തമ്പനയിൽ കാണുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ചിക്കനിൽ കുറേ കളറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണേ എന്നുള്ളത് അല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത്രയും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല തിളക്കമുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിച്ചാലുണ്ടല്ലോ പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നും. ഇത് നമുക്ക് വേണമെങ്കിൽ തനിയെ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ സംഭവമാണ്. അപ്പോൾ എന്താണെന്നല്ലേ, ഇതാ നമ്മുടെ ചിക്കൻ BBQ സോസിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അടിപൊളി ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തോലുള്ള ചിക്കൻ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ തോലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻ നിങ്ങൾക്ക് ചെറിയ സൈസിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലാണ് ഞാനിവിടെ വെട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോ ചിക്കൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ചേർക്കുന്നത്. ഇനി വിനീഗർ ചേർത്തില്ലെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചാലും മതി. ഇനി നമ്മളിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മളിതൊരു 15 to 20 മിനിറ്റ് വരെ നമുക്കിതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി കൂടുതൽ ഉപ്പ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡർ ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 15 മിനിറ്റ് മുമ്പ് നമ്മൾ പരട്ടി വെച്ച നമ്മുടെ ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു മൈദ അതുപോലെ തന്നെ കോൺഫ്ലവർ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ്ചറിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവണം. അപ്പോൾ നമ്മൾ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ തുറന്ന്, ഇപ്പോൾ ചെറിയ പീസുകളാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു മീഡിയം പീസാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് എക്സസ് വരുന്ന പൊടി ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ പൊടിയിൽ മുക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു പ്രോസസ്സിലേക്ക് പോവാണ്. ഇനി നമ്മൾ നല്ല ചൂട് ഓയിലിൽ നമ്മളിതൊന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതൊരു കോട്ടിങ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇടുമ്പോൾ നമ്മുടെ ആ ഒരു കറിക്ക് തന്നെ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും, ഔട്ടർ കവറിങ്. അപ്പം നമ്മൾ നല്ല ചൂടിലിട്ടതിന് ശേഷം നമ്മൾ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് സിമ്മാക്കിയിട്ട് കൊടുക്കുക. കാരണം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഒന്ന് സിമ്മാക്കിയിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് വരെ നമുക്കിതൊന്ന് ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇതേ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഒരു ബാച്ച് ഇടാം. അപ്പം ഞാൻ പകുതിയായിട്ടാണ് വറുത്തത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ബാച്ച് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമ്മളിതിലേക്ക് നന്നായി അലിഞ്ഞോട്ടെ. നമ്മളിതിലേക്ക് ഇനി 1/2 കപ്പ് BBQ സോസ്. അപ്പോൾ നമുക്ക് BBQ സോസ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ നല്ല അടിപൊളി തേൻ, 2 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഡിഷിന് നല്ലൊരു മധുരം ഉണ്ടാവും കേട്ടോ.
ഇനി നമ്മളിതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അധികം ഹൈയിലിടരുത്, ഒന്ന് ചെറിയ തീയിലിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് കംപ്ലീറ്റ് അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചെറിയ തീയിലിട്ടിട്ട് തന്നെ നമ്മളിതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്ത് വെച്ച ശേഷം 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ചെറിയ തീയിൽ തന്നെ കിടക്കട്ടെ. നമ്മൾ പതുക്കെ അങ്ങ് തുറക്കാണ്. അപ്പോൾ നമ്മുടെ സോസൊക്കെ ഇതുമ്പോൾ നന്നായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട് കണ്ടോ. നല്ല കളറല്ലേ, നല്ല രസമല്ലേ കാണാനും കഴിക്കാനും, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം സ്പ്രിംഗ് ഓണിയൻസ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെളുത്ത എള്ള് ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പതുക്കെ നല്ല ചൂടോടെ അങ്ങ് പ്ലേറ്റിലേക്ക് ഇടാം. അല്പം മധുരവും എരിവും അതുപോലെ തന്നെ നല്ല ബാർബിക്യൂ സോസ് ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. മതി. അപ്പോൾ അതേ നോക്കി, ചിക്കൻ ആൻഡ് BBQ സോസ് നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പം ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കാണ്. അടിപൊളി. നമ്മൾ തേനിൻ്റെ മധുരമുണ്ട്, ആ BBQ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരില്ല, അതുമുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ സംഭവമായിട്ട് വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ.